ലൈംഗികാരോപണ പരാതികളിൽ ഉൾപ്പെട്ട പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും നിർണായകമായ ദിവസമാണിന്ന്. എം.എൽ.എക്കെതിരായ രണ്ടാമത്തെ പരാതിക്കാരിയായ ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങിയതോടെയാണ് അതിജീവിതയുടെ മൊഴിയടങ്ങിയ കവർ പ്രോസിക്യൂഷൻ സീൽ വെച്ച കവറിൽ സമർപ്പിച്ചത്. ഈ മൊഴിയിൽ അതിജീവിത ക്രൂരമായി പീഡനത്തിനിരയായി എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിജീവിതയുടെ മൊഴി അനുസരിച്ച് സംസാരിക്കാനെന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയത്. ഇവിടെ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള അതിക്രൂരമായ ലൈംഗികാതിക്രമമാണ് താൻ നേരിട്ടതെന്ന് യുവതി മൊഴിയിൽ പറയുന്നു. ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ടും കാലു പിടിച്ച് കരഞ്ഞിട്ട് പോലും രാഹുൽ അത് ചെവികൊണ്ടില്ല. ലൈംഗികാതിക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സംഭവങ്ങൾ ഒരു പാനിക് അറ്റാക്കിന് വരെ ഇടയാക്കി. എന്നാൽ അതിക്രൂരമായ ഈ ലൈംഗികാതിക്രമത്തിനു ശേഷം രാഹുൽ പ്ലേറ്റ് മാറ്റി. യുവതിയെ വിവാഹം ചെയ്യാനാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുവെന്ന് പരാതിക്കാരി പറയുന്നു. ഇത് കേട്ട് താൻ മാനസികമായും ശാരീരികമായും തകർന്നു പോയതായും മൊഴിയിലുണ്ട്. ഇതിനുശേഷവും ഇയാൾ ബന്ധം പുനഃസ്ഥാപിക്കാൻ യുവതിയുടെ പിന്നാലെ നടന്നു. ഫോൺ എടുത്തില്ലെങ്കിൽ തെറി വിളിക്കുമെന്നും വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടതായും മൊഴിയിൽ പറയുന്നു. നമുക്കൊരു കുഞ്ഞു വേണമെന്ന വിചിത്രമായ ആവശ്യവും രാഹുൽ ഉന്നയിച്ചിരുന്നു. രാഹുലിന് പേടിയുള്ളതുകൊണ്ട് കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് പേടിയുണ്ടെന്നും അതിജീവിത അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞ് താൽക്കാലിക ഉത്തരവിറക്കണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായതിനു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ കണ്ടെത്താൻ പുതിയ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ആ കേസിൽ ഹർജി അടുത്ത തവണ പരിഗണിക്കുന്നതുവരെയാണ് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്. എന്നാൽ ഈ കേസിന്റെ നിയമവശങ്ങളെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന പ്രചരണങ്ങളെയും സാമൂഹിക നിരീക്ഷകരും അഭിഭാഷകനുമായ S. രാജീവ് ചോദ്യം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ മാത്രമാണെന്നും കോടതി വിധി വരുന്നത് വരെ അദ്ദേഹത്തെ ഒരു കുറ്റക്കാരനായി കാണാൻ സാധിക്കുകയില്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഒളിവിലാണെന്നുള്ള വാദം തെറ്റാണെന്നും അത് തെളിയിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം വാദിക്കുന്നു. രാഹുൽ ഒരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടാകാം. അദ്ദേഹം ഒളിവിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാധ്യമപ്രവർത്തകരോ മുഖ്യമന്ത്രിയോ വിധികർത്താക്കളാവരുത്. കാരണം ഇരയുടെ മൊഴികൾക്ക് എത്രമാത്രം വിലയുണ്ടോ അത്ര തന്നെ വില നീതിന്യായ വ്യവസ്ഥയിൽ രാഹുലിന്റെ മൊഴികൾക്കുമുണ്ട്. അദ്ദേഹം രതിവൈകൃതമാണ് കാണിച്ചതെന്ന തരത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ വാർത്താലേഖകരോട് പറയുന്നത് ശരിക്കും കോടതി അലക്ഷ്യമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലും വിചാരണയുടെ അടിസ്ഥാനത്തിലും അതിന്റെ വിധി പുറപ്പെടുവിക്കേണ്ടത് കോടതിയാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സ്വയം കോടതിയുടെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇദ്ദേഹം ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, കുട്ടികൾ അദ്ദേഹത്തിൻ്റെതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലും പറയേണ്ടത് കോടതി മാത്രമാണ്. മാധ്യമപ്രവർത്തകരും മുഖ്യമന്ത്രിയുമല്ല. പോലീസിന് രാഹുൽ പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഒരു ചരിത്രപരമായ ഉദാഹരണത്തിലൂടെ ഈ വാദത്തെ അദ്ദേഹം സാധൂകരിക്കുന്നു. പണ്ടൊരിക്കൽ കേരളത്തിലെ പ്രമുഖ പത്രത്തിന്റെ ഉടമയും ചീഫ് എഡിറ്ററുമായിരുന്ന KM മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അന്നത്തെ ജനാധിപത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിയമപരമായ നിലപാടെടുക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മലയാള മനോരമയുടെ രാഷ്ട്രീയപരമായ ഒരു ആനുകൂല്യം തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടവും പത്രസ്ഥാപനവും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എത്തിച്ചേരുകയായിരുന്നു. KM മാത്യുവിനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു. ഇത്തരത്തിലുള്ള പല സൂത്രങ്ങളും നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന് അങ്ങനെ പെരുമാറാമെങ്കിൽ തീർച്ചയായും വ്യക്തികൾക്ക് നേരെ അവർ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങളും മൊഴിയായി ആരോപിക്കാമല്ലോ. സരിതാ നായരുടെയും സ്വപ്ന സുരേഷിന്റെയും കാര്യത്തിലൊക്കെ ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, മുൻപും ഇപ്പോഴും രാഷ്ട്രീയക്കാർക്കെതിരെ സമാനമായ കുറ്റാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. KB ഗണേഷ് കുമാർ, M. മുകേഷ്, മുഹമ്മദ് റിയാസ്, വിൻസെന്റ് MLA, എൽദോസ്, PJ ജോസഫ്, PK കുഞ്ഞാലിക്കുട്ടി, AK ശശീന്ദ്രൻ എന്നിവരൊക്കെ കുറ്റാരോപിതരായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് കേരളത്തിൽ ഇത് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത് ശരിയല്ല. ഇക്കാര്യങ്ങളെല്ലാം കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.